welcome to my channel. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് അറ്റോമിക് സ്ട്രക്ചറിൻ്റെ. ഇതോടെ കഴിഞ്ഞാൽ ഇനി ലെസൺ ബേസിസിലുണ്ടാവില്ല. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ്, അതാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വേഗം പഠിക്കട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകരുത് കേട്ടോ. കാരണം ഇങ്ങനെ സ്ലോ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ പോർഷൻസ് തീരത്തില്ല. അപ്പോൾ നിങ്ങൾ വേറെ ലെസൺസൊക്കെ വേറെ ചാനൽസൊക്കെ നോക്കി, ഇഷ്ടക്കണക്കിന് ചാനൽസ് ഉണ്ട്. യൂട്യൂബ് നോക്കി നിറച്ച് ചാനലുകളാണ് കെമിസ്ട്രിക്കൊക്കെ. അപ്പം കുറച്ച് ലെസൺസൊക്കെ വേറെയും നോക്കണം കേട്ടോ. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളും എത്തില്ല. അപ്പോൾ കുറച്ച് സ്പീഡായിട്ട് പോകും. ഈ ലെസനോടൊപ്പം വേറെ ലെസൺസും സ്കൂളിൽ എടുക്കുന്ന പോലെ തന്നെ കുറച്ചൊന്ന് ഫാസ്റ്റിൽ പോയിക്കോളൂ കേട്ടോ. അപ്പം ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണ്. സോ വാട്ട് വി ഹാവ് ലേൺഡ് ഓൺ ദ ലാസ്റ്റ് ക്ലാസ്, വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് the Pauli's exclusion principle, off-bow principle we have learned. At that time we have started the how to write the electronic configuration. In this class we will be discussing two more principles, that is Hund's rule of maximum multiplicity and Pauli's exclusion principle. After learning this, we can easily write the electronic configuration. So first we will go with Pauli's exclusion principle. എന്താണ് Pauli പറഞ്ഞത്? Pauli's exclusion principle. ഒന്നുമില്ല, ഇത് ഭയങ്കര സിമ്പിൾ ആട്ടോ. ഇതൊക്കെ എന്നും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് Pauli's exclusion principle. According to Pauli's exclusion principle, ഇത് ശരിക്കും നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ സ്പിന്നിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്പിന്നിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ദിസ് പ്രിൻസിപ്പിൾ ഈസ് മെയിൻലി ബേസ്ഡ് അപ്പോൺ ദ സ്പിൻ ഓഫ് ആൻ ഇലക്ട്രോൺ. സോ Pauli's exclusion principle states that no two electrons, first തന്നെ no എന്ന് പറഞ്ഞേക്കാം, no two electrons in an atom can have all the four quantum numbers same. പഠിച്ചില്ലേ നിങ്ങൾ? No two electrons in an atom can have all the four quantum numbers same. അതായത് ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോണിന് മാത്രമേ 4 ക്വാണ്ടം നമ്പർ ഉണ്ടാവുള്ളൂ. അതേപോലത്തെ എല്ലാ ഇലക്ട്രോൺസിനും 4 ക്വാണ്ടം നമ്പർ ഉണ്ടാവും. ബട്ട് ഒരു ഇലക്ട്രോണിനുള്ള സെയിം ക്വാണ്ടം നമ്പർ തന്നെ, അതായത് സെയിം ഫോമാറ്റിൽ ചിലപ്പോൾ 3 എണ്ണം സെയിം ആയിരിക്കും വേറൊരു ഇലക്ട്രോൺ, ബട്ട് 4ാമത്തെ ഒന്ന് ചേഞ്ച് ആയിരിക്കും. സോ നോ ടു ഇലക്ട്രോൺ വിൽ ബി ഹാവിങ് ഓൾ ദ ഫോർ ക്വാണ്ടം നമ്പേഴ്സ് സെയിം. അതായത് ഒരു ഇലക്ട്രോണിന് 4 ക്വാണ്ടം നമ്പർ ഉണ്ടാവും, വേറെ ഇലക്ട്രോണിനും 4 ക്വാണ്ടം നമ്പർ ഉണ്ടാവും. പക്ഷേ ഇതേ സെയിം കോപ്പി ആയിട്ടുള്ള ക്വാണ്ടം നമ്പർ വേറെ ഒരു ഇലക്ട്രോണും ഉണ്ടാവില്ല. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. നമ്മൾ നോക്കിക്കോളൂ. ഇപ്പം ഞാൻ പറയുകയാണ് 2p3. ഓക്കെ, സെക്കൻഡ് മെയിൻ ഷെല്ലിൽ പി എന്ന സബ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഓരോ ഇലക്ട്രോണിൻ്റെയും ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ എഴുതി നോക്കാം കേട്ടോ. 3 ഇലക്ട്രോൺസ് ഉണ്ട്, സെയിം സബ് ഷെല്ല് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ എഴുതുകയാണ് ആദ്യം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അത് കഴിഞ്ഞ് അസിമുത്താൽ ക്വാണ്ടം നമ്പർ, പിന്നെ വരുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അങ്ങനെ 4 എണ്ണം ഞാൻ ഈ 3 ആൾക്കാരുടെ എഴുതാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആളാം മെയിൻ ഈ ഒരു ഇലക്ട്രോണിൽ നിന്ന് മെയിൻ ഷെൽ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 222. പി ആണ്. പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം L is equal to 0 S ആണ്, L is equal to 1 P ആണ്, L is equal to 2 D ആണ്, L is equal to 3 F ആണ്. സോ P എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3 ആളെയും അസിമുത്താൽ ക്വാണ്ടം നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്കറിയാം -L to +L വരെ ഉണ്ടാവും അല്ലേ. -L to +L. L ഏതാ? നമുക്കറിയാം 1 ആണ്. അപ്പം -1 0 +1. ഏതൊക്കെയാണ്? -1 ഉണ്ട്, 0 ഉണ്ട്, +1 ഉണ്ട്. അപ്പോൾ 3 ഇലക്ട്രോണും -1 0 +1 കിട്ടി. ഇനി ഈ 3 ഇലക്ട്രോൺസ് ഉണ്ട്. 3 ഇലക്ട്രോണിലും സ്പിന്ന് നമുക്കറിയാം, ഒന്ന് +½ ആണെങ്കിൽ മറ്റേത് -½ പിന്നെ വരുന്നത് +½ അപ്പം നമുക്കറിയാം ഇലക്ട്രോൺസിന് +½ ഉണ്ട്, -½ ഉണ്ട്, +½ ഉണ്ട്. ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഒരാൾ +½ ആണെങ്കിൽ ഷുവർലി അടുത്ത ആൾ -½ ആയിരിക്കും. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതിക്കുക. 2 1 -1 +2. ഇതിൻ്റെ ക്വാണ്ടം നമ്പർ നോക്കൂ. 2 1 0 -½ 2 1 +1 ½ ഇതിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണ് സെയിം ക്വാണ്ടം ഒരേ ഫോർമാറ്റിൽ സെയിം ക്വാണ്ടം നമ്പർ ഉണ്ട്. 2 1 സെയിം ക്വാണ്ടം നമ്പർ, +½ ബട്ട് ഓൾ ദ 4 ക്വാണ്ടം നമ്പർ സെയിം ആയിട്ടുള്ള ആരെങ്കിലും ഒരാളുണ്ടോ? അതന്നെ പോളി പറഞ്ഞിട്ടുള്ളൂ. നോ ടു ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ക്യാൻ ഹാവ് all the 4 quantum numbers same. No two electrons in an atom can, ഒരു ആറ്റത്തിൽ കേട്ടോ, no two electrons in an atom can have
all the 4 quantum numbers same. അതിനൊരു എക്സാമ്പിളും കാണിച്ചത് മനസ്സിലായില്ല പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ദിസ് ഇത്രയും സിമ്പിളാണ്. അത് ഏത് ഇലക്ട്രോൺ എടുത്താലും അതിൻ്റെ അറ്റ്ലീസ്റ്റ് സ്പിന്നെങ്കിലും മാറിയിരിക്കും. ഇനി ഞാൻ സെയിം തന്നെ എടുക്കാം, 2s എടുക്കാം നമുക്ക്. ഇപ്പം ഞാൻ 2s പറയുകയാണേ. 2s ആണെങ്കിലും എനിക്കറിയാം n2 ആണ്. 2s2 2 ഇലക്ട്രോൺ ഉണ്ട്. s എന്ന് പറയുമ്പം 0, അപ്പം 2 ഇലക്ട്രോൺസിനും 0. ഓക്കെ, പിന്നെ ഞാൻ പറയുകയാണ് രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, എസ് എന്ന് പറയുമ്പം ഇനി അടുത്തത് നമുക്ക് കണ്ടത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്നത് 0 to -1 ആണ്. അപ്പം -L to 0 ആണ്. അപ്പോൾ ഇത് രണ്ടാക്കും 0 തന്നെ, 0 0. ഇനി നമുക്കുള്ളത് 2 ഇലക്ട്രോണിൻ്റെ സ്പിന്നാണ്. ഒന്ന് +½ ആണെങ്കിൽ ഒന്ന് -½ അപ്പോൾ ഇവിടെ എന്തെങ്കിലും നോക്കൂ, ഏതെങ്കിലും ഒരാൾക്ക് all the 4 quantum numbers same ഉണ്ട് ഇല്ല. 2 0 0 +½ 2 0 0 0 -½ so the quantum number here is changing is spin quantum number. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. This is mainly based upon the spin of the electron. So according to Pauli's exclusion principle, no 2 electrons can have all the 4 quantum numbers same. For example, if we consider the 2 electrons in 2s orbital, the principal quantum number is 0 and azimuthal quantum number is 0 and the magnetic quantum number is 0 and the spin is +½ If we consider the second electron in the same shell, we can see the principal quantum number 2 0 0 and -½ That means these 4 quantum numbers in this spin quantum number is changing. ഇവിടെ സ്പിന്ന് മാത്രമൊന്നുമില്ല, ഇവിടെ മാഗ്നറ്റിക് ഒക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. സോ നെക്സ്റ്റ് വൺ ഏതാ? ഹൺസ് റൂൾ. ഹൺസ് റൂൾ എന്താ പറയുന്നത് നോക്കാം കേട്ടോ. അതാണ് ശരിക്കും നമുക്ക് ഇലക്ട്രോൺ ഫില്ലിങ്ങിലൊക്കെ കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ അടുത്തത് ഏതാണ്? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ ഹൺസ് റൂൾ. ഹൺസ് റൂൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റൽ ഓഫ് ദി സെയിം സബ്ഷെൽ. അതൊക്കെ ഓരോ വാക്കും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റൽസ് ഓഫ് ദി സെയിം സബ്ഷെൽ. സെയിം സബ്ഷെല്ലിൽ, സെയിം സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ഇപ്പം 4s അല്ലെങ്കിൽ 4p അല്ലെങ്കിൽ 4d. 4 എന്ന് പറഞ്ഞാൽ 4p എന്ന് പറയുന്നതാണ് സബ്ഷെൽ. അതിൽ സെയിം സബ്ഷെല്ലിൽ അതിലെ ഓർബിറ്റ് നമുക്കറിയാം. പിക്ക് 3 ഓർബിറ്റൽസിനല്ലേ, PX PY PZ. D ആണെങ്കിൽ DXY DYZ DXZ DX² -Y² DZ². അപ്പം 4ൻ്റെ ഓർബിറ്റ് 4D ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DXY DYZ DXZ അതാണ് ഉദ്ദേശിച്ചത്. അപ്പം അതിലെങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഉള്ളൊരു റൂളാണ് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ആദ്യം ഇതൊന്ന് പഠിച്ചോളൂ, മീൻ കേട്ടോളൂ, എന്നിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി. Pairing of electrons in the orbital belonging to the same subshell take place until each orbital belonging to that subshell has got 1 electron. That is, it is singly occupied. ഒന്നുകൂടെ വായിച്ചു തരാം. Pairing of electrons, ഇലക്ട്രോൺസിൻ്റെ പെയറിംഗ് എവിടെ? ഇൻ ദ ഓർബിറ്റൽ ബിലോങ്ങിങ് ടു ദ സെയിം സബ്ഷെൽ, അതായത് സെയിം സബ്ഷെല്ലുള്ള ഓർബിറ്റലിൽ പെയറിംഗ് എപ്പോഴേ ചെയ്യാൻ പാടത്തുള്ളൂ? അൺടിൽ ഈച്ച് ഓർബിറ്റൽ ബിലോങ്ങിങ് ടു ദാറ്റ് സബ്ഷെൽ. ആ സബ്ഷെല്ലിലെ ഓരോ ഓർബിറ്റലും ഹാസ് ഗോട്ട് 1 ഇലക്ട്രോൺ ഈച്ച്, അതായത് ഒരു ഇലക്ട്രോണെങ്കിലും കിട്ടിക്കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ അവിടെ പെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഞാനൊന്ന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഈസി. അതായത് ഇപ്പം ഒരു ആറ്റത്തിന് അതിന് ഫില്ല് ചെയ്യണമെങ്കിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 വേണ്ട, ഓക്കെ, 7 ഇലക്ട്രോൺസ് നമ്മുടെ കയ്യിലുണ്ട്. അത് p ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. p ഓർബിറ്റലിലാണ് ഫില്ല് ചെയ്യേണ്ടത്. 7 വേണ്ട, നമുക്കൊരു 4, ഓക്കെ, 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ p ഓർബിറ്റലാണ് ഉള്ളത്. അതായത് s ഓർബിറ്റൽ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ p ഓർബിറ്റൽ ഫില്ല് ചെയ്യാൻ പോവാം. p ഓർബിറ്റൽ ഫില്ല് ചെയ്യുമ്പോൾ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വേണം px py pz ആണ്. py px py pz എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റൽസ് ഉണ്ടാവും. ഈ ഫില്ലിംഗ് ഓഫ് നമ്മളിപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഞാൻ ഇന്നലെ ഒന്ന് കാണിച്ചിരുന്നു 1s2 2s2 2p അങ്ങനെ എഴുതുന്നൊരു മെത്തേഡ് ഉണ്ട്. അതിന് പകരം നമ്മൾ ഇതേപോലെ ബോക്സ് ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട്. 1s 2s p ആകുമ്പോൾ നമുക്ക് 3 ബോക്സ് വരും, 1 2 3. കാരണം നമുക്കറിയാം px py pz. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മളിങ്ങനെ 2p എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. പിന്നെ d ഓർബിറ്റിൽ വരയ്ക്കുമ്പോൾ നമ്മൾ 5 ബോക്സ് വരയ്ക്കണം ഡിൻ്റെ അടുത്ത്, 1 2 3. കാരണം എന്താ? DXY ഉണ്ട്, DYZ ഉണ്ട്. f വരയ്ക്കുമ്പോൾ നമ്മൾ 7 എണ്ണം വരയ്ക്കണം. 1 2 3 4 5 6 2 3 4 5 6 7 എണ്ണം. എന്തുണ്ടാ? എഫിൽ 7 ഓർബിറ്റൽസ് ഉണ്ട്. 7 ഓർബിറ്റൽ ഉണ്ട് അതിന്.
അപ്പം നമ്മളിപ്പം എൻ്റെ കയ്യിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. ആ 4 ഇലക്ട്രോണിനെ എനിക്ക് പിയിൽ ഫില്ല് ചെയ്യണം. ഓൾറെഡി എസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എസ്സിൽ 2 എണ്ണം ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. 1s 2s ഓക്കെ, ഇത് 2s ആയിരുന്നു. ഈ 2pയിലാണ് എനിക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി ഇനി 4 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 2 ഇലക്ട്രോണിനെ ഇവിടെ കൊടുത്തു, 2 ഇലക്ട്രോണിനെ ഇവിടെയും കൊടുത്തു, 4 എണ്ണം ഫില്ലായി. ഇലക്ട്രോണിനെ ഇങ്ങനെ ബോക്സ് ടൈപ്പിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ഐദർ ഇൻ ദ ഫോം ഓഫ് ആരോസ്. ഒരു ആരോ ഇങ്ങനെയും ഒരു ആരോ താഴേക്കും. കാരണം ഈ മുകളിലേക്കുള്ള ആരോ കാണിക്കുന്നത് പോസിറ്റീവ് സ്പിന്നും ഒന്ന് ഓപ്പോസിറ്റ് സ്പിന്നും, അതായത് പ്ലസ് ഹാഫും മൈനസ് ഹാഫും ആണ് കാണിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഫുൾ ആരോ ഇടാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹാഫ് ആരോ ഇടും. സോ ഹാഫ് ആരോ ഇട്ടിട്ടും റെപ്രസെൻറ്റേഷൻ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ പാടില്ല. ഹണ്ട് എന്താ പറഞ്ഞു വെച്ചാൽ, നമ്മളൊരു ഓർബിറ്റിൽ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് 2p ആണെന്ന് വിചാരിക്കാം. 2p ഓർബിറ്റലിൽ ഫില്ല് ചെയ്യും, അതായത് സെയിം സബ്ഷെൽ അല്ല പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് 3 ഓർബിറ്റലിലും കൂടി എനിക്ക് 4 ഇലക്ട്രോൺ ഫില്ല് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ ഓരോ ഓർബിറ്റലിലും സിംഗ്ലി ഒക്യുപ്പൈ ചെയ്യണം. അതായത് എല്ലാ ഓർബിറ്റലിലും ഓരോരോ ഇലക്ട്രോൺ കൊടുക്കണം. ഫസ്റ്റ് വി ഷുഡ് മേക്ക് ദം സിംഗ്ലി ഒക്യുപ്പൈഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെയറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടത്തുള്ളൂ. അല്ലാതെ എൻ്റെ കയ്യിൽ 4 ഇലക്ട്രോൺ ഉണ്ട്, നമുക്കറിയാം ഓരോ ഓർബിറ്റിലും 2 ഇലക്ട്രോൺ ആണ് മാക്സിമം എന്നുള്ളത്. അപ്പോൾ ഇവിടെ 2 എണ്ണം കൊടുത്തിട്ട് ഇവിടെ 2 എണ്ണം അങ്ങനെ ചെയ്യരുത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സെയിം സബ്ഷെൽ, അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇങ്ങനെയല്ല. എൻ്റെ കയ്യിൽ 2s ഉണ്ട് 2pയും ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 6 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഞാനിങ്ങനെ പറയാം, ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ ഒന്ന് കൊടുത്തു. പിന്നെ അങ്ങനെയല്ല, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഫസ്റ്റ് ഫില്ല് ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിയിലേക്ക് പോകുമ്പം അവിടെയാണ് 3 ഓർബിറ്റൽസ് ഉള്ളത്. ആ 3 ഓർബിറ്റൽസിനെ നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യണം? അവർക്ക് 3 ആൾക്കും ഒരേ എനർജിയാണ്, ഒരേ ഇമ്പോർട്ടൻസ് ആണ്. അല്ലാതെ ഇയാൾക്ക് ഞാൻ കൂടുതൽ കൊടുത്തിട്ട് മറ്റേ ആൾക്ക് ഞാൻ അവിടെ കൊടുക്കാതെ അങ്ങനെ ചെയ്യരുത്. ഹണ്ട് പറയുന്നത് പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഓർബിറ്റൽ ബിലോങ്ങിങ് ടു ദി സെയിം സബ്ഷെൽ, അതാണ് ബിലോങ്ങിങ് ടു ദി സെയിം സബ്ഷെൽ take place until each orbital belonging to that subshell has got 1 electron. അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും 1 ഇലക്ട്രോൺ എങ്കിലും കിട്ടിയിരിക്കണം. അത് വിചാരിച്ച് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ 2 ഇലക്ട്രോണേ കൊടുക്കാനുള്ളൂ എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 1 ഇലക്ട്രോൺ പിക്കും കൊടുത്തു, 1 ഇലക്ട്രോണും കൊടുത്തു, ഇവിടെ ഫ്രീ ആക്കിയിടും. അല്ലാതെ ഞാൻ ഈ 2 ഇലക്ട്രോണിനെയും ഒരാൾക്ക് മാത്രം കൊടുത്തിട്ട് പോകരുത്. ടേക്ക് പ്ലേസ് അൺടിൽ ഈച്ച് ഓർബിറ്റൽ ബിലോങ്ങിങ് ടു ദാറ്റ് സബ്ഷെൽ ഹാസ് ഗോട്ട് 1 electron each. That is, it should be singly occupied. മനസ്സിലായോ എന്താണ് ഹണ്ട് എന്ന് പറഞ്ഞത്? ഹണ്ട് പറഞ്ഞത് it is based upon the filling of electrons in the orbital of the same subshell. Same subshell കാര്യമാണ് പറഞ്ഞത്. That is, pairing of electrons in the orbital belonging to the same subshell take place until each orbital belonging to that subshell has got 1 electron each. That is, it is singly occupied. മനസ്സിലായോ? ഇത്രയാണ് ഈ 2 പ്രിൻസിപ്പിളും. ഇനി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്, പക്ഷേ 10th പഠിച്ചിട്ട് ഇത്തിരി വ്യത്യാസം വരുന്നത് വെച്ചാൽ നമ്മൾ ബോക്സ് ടൈപ്പിലും പിന്നെ ഷോർട്ട് ഹാൻഡ് ഫോം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് റീകോൾ ചെയ്തെടുത്തോളൂ കേട്ടോ. So representing electronic configuration, there are different ways, 5 ways, different ways. There are mainly 3 ways in which we can represent electronic configuration. ഭയങ്കര മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി മെത്തേഡ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻലി 3 മെത്തേഡ്സ് ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ചോദിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഓർബിറ്റൽ നൊട്ടേഷൻ. ഇതാണ് ഓർബിറ്റൽ നൊട്ടേഷൻ. പിന്നെ ഓർബിറ്റൽ ഡയഗ്രാം മെത്തേഡ് ഉണ്ട്, ഷോർട്ട് ഹാൻഡ് ഫോം. പേര് കേൾക്കും ഭയങ്കര എന്തോ സംഭവിക്കും, ഒന്നുമില്ല. ഓർബിറ്റൽ നൊട്ടേഷൻ മെത്തേഡ്. അപ്പം ഇതൊക്കെ നമ്മൾ ഓൾറെഡി 10th പഠിച്ചതാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്തിടുക കേട്ടോ. സോ വി വിൽ കൺസിഡർ ദ എലിമെൻറ്റ് ക്ലോറിൻ വിത്ത് അറ്റോമിക് നമ്പർ 17. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 17. ഞാൻ വീണ്ടും പറയാണ്, അത്യാവശ്യമുള്ള കുറച്ച് എലിമെൻ്റ് അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ എഴുതാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം 1s2. ഇതാണ് ഓർബിറ്റൽ നൊട്ടേഷൻ മെത്തേഡ്. അതായത് ഓർബിറ്റുകളെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക. ചെറിയ 1s2, 2s2, 2p6. അപ്പോൾ എത്രയായി? 6 + 2 8, 8 + 2 10, 3s2 12, 3p6 വേണോ നോക്കാം. 2 4 6 2 12 18 വേണ്ട. അപ്പം 3p5 നോക്കിക്കേ. 2 4 10 15 17 3p5. ഇതാണ് റെപ്രസെൻറ്റ് 1s2, 2s2, 2p6, 3s2, 3p5. ആദ്യം എസ്സിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണെന്ന് നിങ്ങൾക്കറിയാം.
പിന്നെ അടുത്ത് കഴിഞ്ഞാൽ 2s ആണ്. പിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ 6 ആണ്. 3s2 പിന്നെ 5 എണ്ണായ ക്ലോറിൻ 17. ദിസ് ഇസ് ഓർബിറ്റൽ നൊട്ടേഷൻ മെത്തേഡ്. Orbital diagram method means instead of representing this 1s, 2s, 2p, we will be representing them in the form of a small square box or in a circle form. രണ്ടും ഞാൻ എഴുതി കാണിച്ചു തരാം. ഇത് തന്നെ എനിക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതാണ് എസ്. എസ്സിന് ഒറ്റ ഓർബിറ്റലേ ഉള്ളൂ, സ്ഫിയർ ഷേപ്പ് അല്ലേ. അതുകൊണ്ട് അതിന് 2 കോളം ഒന്നും വരയ്ക്കാൻ്റെ 1s നിട്ടു. ഉള്ളിൽ ഇലക്ട്രോണിനെ 2 നല്ലത് ആരോ ഇടുമ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ അപ്വേർഡ് ആണെങ്കിൽ ഒരു ഇലക്ട്രോണിനെ കാണിക്കുന്ന ഡൗൺവേർഡ് ആരോ ഇട്ടിട്ടാണ്. അതാണ് +12ഉം -12. അതിൻ്റെ സ്പിന്ന് ഡിഫറെൻ്റ് ആണ് കാണിക്കുക. ഇനി നിങ്ങൾ എക്സാമിന് ഇങ്ങനെ എഴുതി വെച്ചോ, ടീച്ചർ വെട്ടിടും. ബിക്കോസ് 2 ഇലക്ട്രോൺസിൻ്റെ, അതായത് ഒരു ഇലക്ട്രോണിന് പോസിറ്റീവാണ് സ്പിന്നെങ്കിൽ നെക്സ്റ്റ് വിൽ ബി നെഗറ്റീവ് സ്പിൻ. ദാറ്റ് ഇസ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും. ഇതൊക്കെ നമ്മൾ പഠിച്ച റൂളാണ്. അടുത്തത് 1s കഴിഞ്ഞ് 2s. അതിനും ഞാൻ സ്ക്വയറിലിട്ടു. 2 ഇലക്ട്രോൺ ഉണ്ട്, 2 ആരോ റെപ്രസെൻറ്റ് ചെയ്ത്. യു ക്യാൻ യൂസ് ഫുൾ ആരോ ഓൾസോ. ഓക്കെ, ഫുൾ ആരോനെക്കാട്ടും നമ്മളൊക്കെ എളുപ്പത്തിൽ ഹാഫ് ആരോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ 2pൻ്റെ കള്ളി കുറച്ചൊന്ന് വലുതാക്കി വരയ്ക്കുക. ബിക്കോസ് വി ഹാവ് 3 ഓർബിറ്റൽ. ഏതൊക്കെയായിരുന്നു? 2px, 2py, 2pz. പക്ഷെ അത് എപ്പോഴും എഴുതി കാണിക്കണമെന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ റൈറ്റ് 2p. അണ്ടർസ്റ്റുഡ് ആണ്. ഇത് px ആണ്, ഇത് py ആണ്, pz ആണ്. pxൽ 2pയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 6 ഇലക്ട്രോൺ. സോ ഇറ്റ് ഇസ് ഈസി. 2 എണ്ണം. ഇത് 6 എണ്ണം അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഒറ്റയടിക്ക് 2 എന്ന് എഴുതിയത്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോന്ന് ചെയ്യണം, നമ്മൾ ഹൺസ് റൂൾ പറഞ്ഞ പോലെ. ഇനി 3s ഞാൻ വരയ്ക്കുന്നു. ഐ നോ 2 ഇലക്ട്രോൺസ് ആർ ദേ. സോ 1. ഇൻ 3p5 ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 5 ഇലക്ട്രോൺ ഉണ്ട്. ഞാൻ 2 അവിടെ കൊടുത്തു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിട്ട് ഇതിപ്പോൾ കറക്റ്റാണ്. ബട്ട് എന്താണ് ഹണ്ട് പറഞ്ഞത്? ഹണ്ട് പറഞ്ഞു ആദ്യം ഇങ്ങനെയൊക്കെ അൺപെയർഡ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു ഗിവ് ദം സിംഗ്ലി ഒക്യുപ്പൈഡ്. ദെൻ പിന്നെ പെയറിങ്ങിന് പോകണം. മനസ്സിലായോ? ആദ്യം ഇപ്പോൾ ഇതിലിപ്പോൾ 4 ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ 2 വെച്ച് കൊടുത്താൽ തെറ്റിപ്പോവും. ഹണ്ടിൻ്റെ റൂള് പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഓരോന്ന് കൊടുക്കുക, ദെൻ പെയറിങ്. അപ്പോൾ എത്ര ഇത്? 3p5. അപ്പോൾ കറക്റ്റായാലേ നോക്കൂ. 2, 4, 6, 8, 10, 12, 14, 16, 17. കറക്റ്റായില്ലേ? അപ്പം നമുക്ക് ക്ലോറിൻ്റെ ഓർബിറ്റൽ. ഇനി ഇത് തന്നെ സർക്കിൾ ഫോമിലും വരയ്ക്കാം. ഈ 1s സർക്കിൾ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ 2s വീണ്ടും സർക്കിൾ, ഇങ്ങനെ 2pക്ക് അടുത്തടുത്തിട്ടുള്ള 3 സർക്കിൾ. ഇതിപ്പോൾ അങ്ങനെ യൂസ് ഒന്നും ചെയ്യില്ല. നമ്മളൊക്കെ അധികം സ്ക്വയറിൽ ഇങ്ങനെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 3s ഒരു സർക്കിൾ, എന്നിട്ട് താഴെ 3s എന്ന് എഴുതിയിരിക്കണം കേട്ടോ. 3p ആകുമ്പോൾ അടുത്തായിട്ടുള്ള 3 സർക്കിൾ. അതിൽ 2 എണ്ണം 1. കണ്ടോ? മനസ്സിലായോ? അപ്പം പിന്നെ ഇവിടെ p5 എന്ന് എഴുതണ്ട കേട്ടോ. 3s, 1s, 2s, 2p, 3s, 3p. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എലിമെൻറ്റ് 72 ആറ്റോമിക് നമ്പർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വലിച്ചു നീട്ടി എഴുതാൻ പോസിബിൾ ആണോ? നമ്മളെ പേപ്പറൊക്കെ തീരും. അപ്പോൾ അതിനാണ് ഈ ഷോർട്ട് ഹാൻഡ് ഫോം. അപ്പോൾ ക്ലോറിൻ, അതിന് നമ്മൾ ആദ്യം എന്ത് അറിഞ്ഞിരിക്കണം എന്നറിയോ? നമ്മുടെ നോബിൾ ഗ്യാസ് ഇല്ലേ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, xenon, radon, ഇവരുടെ ആറ്റോമിക് നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ടു റൈറ്റ് ദിസ് ഷോർട്ട് ഹാൻഡ് ഫോം. ഈ xenonഉം radonഉം നമുക്ക് അത്ര പെട്ടെന്ന് ആവശ്യമില്ല അവരുടെ ആറ്റോമിക് നമ്പർ ബൈ ഹാർട്ട് ആവണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം. കാരണം ഇവരെന്നൊക്കെ പറഞ്ഞാൽ ഇവരെന്താ സ്പെഷ്യാലിറ്റി? ദേ ആർ നോബിൾ ഗ്യാസസ്. ദേ ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഇവരുടെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2, 10, 18, 36, 54 and 86. അപ്പോൾ ഈ ആറ്റോമിക് നമ്പർ നമുക്കറിയെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ us ടു റൈറ്റ് ദ കോൺഫിഗറേഷൻ. ഇവിടെ നോക്കാം, ഹീലിയം 2 ഉണ്ട്, നിയോൺ 10 ആണ്, ആർഗൺ 18 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദം ഈസിലി. 17 ആണ് എൻ്റെ കയ്യിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആർഗൺ എന്ന് പറയുന്നത് 18. അപ്പോൾ നിയോൺ വെച്ചിട്ട് ഞാൻ എഴുതും. നിയോണിനെ ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലിടും. അപ്പോൾ എനിക്ക് മനസ്സിലായി 10, അതായത് ആറ്റോമിക് നമ്പർ 10 വരെ നിയോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് 10 വരെയുള്ള ആറ്റോമിക് നമ്പറിന് ശേഷമുള്ള നമ്പേഴ്സ് ഞാൻ എഴുതിയാൽ മതി. നിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ളത് 10 വരെ കഴിഞ്ഞു. 6, 7, 8, 9. പിന്നെ എനിക്ക് എഴുതേണ്ടത് നിയോണിനെ ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് 3s2 3p5. 5 + 2 7, 7 + 2 17. അപ്പോൾ ഇതെന്തായി? ഇത് 10 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെയായി. ഇനിയിപ്പോൾ എനിക്കൊരു
39 ഒക്കെ ആണെങ്കിൽ ഞാൻ എന്ത് എഴുതും? ക്രിപ്റ്റൺ എനിക്ക് ഓൾറെഡി അറിയാം, അപ്പം ഞാൻ ക്രിപ്റ്റൺ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് ബാക്കിയുള്ളത്, അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പോൾ അത് ബാക്കിയുള്ളത് നമുക്കറിയണ്ടേ എത്രാമത്തെ ഷെല്ലിലാണ്, ഏതാണ് നെക്സ്റ്റ് അത് നമുക്ക് അറിയണമെങ്കിൽ ഞാൻ പറയാം, അത്യാവശ്യം നിങ്ങൾ ഇതിൻ്റെ ആറ്റോമിക് നമ്പർ പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിയോൺ വരെ 10 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3s പിന്നെ ഇത് ആർഗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 4s ക്രിപ്റ്റൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 5s അത്രയും പഠിച്ചു വെച്ചാൽ മതി, ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പം 54 ശേഷം അപ്പം ഇത് ഹീലിയം എഴുതി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് 2s ഹീലിയം എഴുതി കഴിഞ്ഞപ്പോൾ ആറ്റോമിക് നമ്പർ 3 എഴുതാൻ പറഞ്ഞാൽ ഷോർട്ട് ഹാൻഡ് ഫോമിൽ ആറ്റോമിക് നമ്പർ 3. ഹീലിയം നമുക്ക് ഓൾറെഡി അറിയാം 2 അപ്പം നമ്മൾ അടുത്തത് വരുന്നത് 2s സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഹീലിയം 2 2s1 മനസ്സിലായോ? ഹീലിയം എന്ന ആൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2s സ്റ്റാർട്ട് ചെയ്യുന്നത്. നിയോൺ വന്നു കഴിഞ്ഞാൽ 3s സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹീലിയം കഴിഞ്ഞാൽ 2s കാരണം ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ, അപ്പോൾ അത് 1s കഴിഞ്ഞാൽ പിന്നെ 2s, അത്രയൊന്ന് ചിന്തിക്കുന്നുണ്ട്. ഹീലിയം കഴിഞ്ഞാൽ 2s സ്റ്റാർട്ട് ചെയ്യുക, നിയോൺ കഴിഞ്ഞാൽ 3s ആർഗൺ കഴിഞ്ഞാൽ 4s ക്രിപ്റ്റൺ കഴിഞ്ഞാൽ 5s എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ us ടു റൈറ്റ് ദിസ് കോൺഫിഗറേഷൻ. പിന്നെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഏത് നമ്പർ തന്നു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിരിക്കണം. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2, നിയോൺ 10, ആർഗൺ 18 ആൻഡ് ക്രിപ്റ്റൺ 36. ഇത്രയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ 1-2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതി കാണിച്ചു തരാം കേട്ടോ, കാരണം അത് നിങ്ങൾക്ക് അറിയേണ്ടതാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. നോക്കാം, നമുക്ക് 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയേക്കാം, സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കേട്ടോ. സോഡിയം 11. അപ്പം തന്നെ നിങ്ങൾ വേണേൽ എൻ്റെ കൂടെ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. 1s2 2s2 2p6 3s1. ഇതാണ് ഓർബിറ്റൽ നൊട്ടേഷൻ മെത്തേഡ്. ഞാൻ ഓർബിറ്റൽ ഡയഗ്രാം മെത്തേഡും കൂടി ഇതിൻ്റെ കാര്യത്തിൽ എഴുതാം, കാരണം വലിയ നമ്പേഴ്സൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിതൊക്കെ വരച്ചെഴുതാൻ. 1s2 2s2 2p6 3s1. ഓക്കെ, ഇനി ഇതിൽ ഷോർട്ട് ഹാൻഡ് റെപ്രസെൻറ്റേഷൻ നമുക്കറിയാം. ഹീലിയം, നിയോൺ, ആർഗൺ. ഹീലിയം 2, നിയോൺ 10, ആർഗൺ 18. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ആർഗൺ വെച്ചിട്ട് എഴുതിയാൽ മതി, കാരണം ആർഗൺ അല്ല, നിയോൺ 10. അപ്പം നിയോൺ, അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് 2s ഇത് 3s 3s1 കണ്ടോ, നിയോൺ 3s1 ഇതെഴുതി. ഇനി പൊട്ടാസ്യം ഒന്ന് എഴുതി നോക്കൂ. 19 1s2 2s2 2p6 3s2 3p6. അപ്പം 2 4 6 6 3 18 4s1. ഇതൊക്കെ എഴുതാൻ നമുക്ക് എളുപ്പമാണ്. ഇനി എവിടെയാണ് കൺഫ്യൂഷൻ വരികയെന്ന് വെച്ചാൽ അതാ 3p6 കഴിഞ്ഞ് 3d എഴുതി പോകരുത്, 4s കഴിഞ്ഞിട്ടാണ് 3d. നമ്മുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആലോചിക്കണം. അപ്പം ഇവിടെ ഞാൻ ഓർബിറ്റൽ നൊട്ടേഷൻ എഴുതുന്നില്ല കേട്ടോ, അതിന് പകരം ഞാൻ ഷോർട്ട് ഹാൻഡ് ഫോമിൽ എഴുതാം. 18 ഉള്ളത് ആർഗൺ ആർഗൺ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം 4s സ്റ്റാർട്ട് ചെയ്യുക, 4s1. കണ്ടോ, എളുപ്പമല്ലേ എഴുതുക? ഇത്ര വലിച്ചു നീട്ടുന്നതിലും എന്ത് സിമ്പിളായിട്ട് നമുക്കിത് എഴുതാൻ പറ്റി. ഇതാണ് നമ്മുടെ ഷോർട്ട് ഹാൻഡ് ഫോമും. ഇനിയിപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് ഹാൻഡ് ഫോമിൽ എഴുതരുത്, നോക്കുക ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ യൂഷ്വലി ദേ വിൽ ബി ആസ്കിങ് ദിസ് മെത്തേഡ്, ദാറ്റ് ഈസ് ഓർബിറ്റൽ മെത്തേഡാണ്. ഇനിയിപ്പോൾ അതിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഷോർട്ട് ഹാൻഡ് ഫോം എഴുതാൻ പാടുള്ളൂ കേട്ടോ. യൂഷ്വലി ഇതാണ് അവർക്ക് കാണേണ്ടി വരിക. എക്സാമിന് 1s സബ്ഷൽ വൈസാണ് കോൺഫിഗറേഷൻ കണ്ടുവരിക. മനസ്സിലായോ ഇത്? ഇനി നമുക്ക് 2 എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ പഠിക്കാനുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നോക്കിയേ, ഏതാണ് 2 എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ? കുറേ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻസ് ഉണ്ട്, ബട്ട് നമുക്ക് പഠിക്കാൻ മെയിൻലി 2 നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഒന്ന് എൻ്റെ കൂടെ തന്നെ എഴുതിക്കുക കേട്ടോ. നമ്മൾ പറയാൻ പോകുന്നത് ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷനാണ് കേട്ടോ. എൻ്റെ കൂടെ തന്നെ ഒന്ന് എഴുതി നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Chromium, the atomic number is 24. So we are going to write the electronic configuration. 1s2 2s2 2p6 3s2 3p6 4s2 3d4. നോക്കട്ടെ, 2 4 6 6 18 20 24. ഓക്കെ, 4s2 3d4. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചു? എക്സാമിന് ഇത് എഴുതി വെച്ചു, വാവ് കറക്റ്റ്, 2 മാർക്ക് പ്രതീക്ഷിച്ചു. ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് തെറ്റാന്ന് പറഞ്ഞു. അപ്പം നിങ്ങളുടെ മനസ്സിലെന്താ? 1s2 2s2 2p6 3s2 3p6 4s2 3d4. എന്താ ഇപ്പം ഇത് കറക്റ്റാണല്ലോ? അല്ല, റീസൺ ഞാൻ പറഞ്ഞു തരാം. The electronic configuration of this element is 1s2 2s2 2p6
3s2 3p6 4s1 3d5. അപ്പം നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വരാതെ എന്താ ഇങ്ങനെ ഒരു 4s1, നമ്മൾ എനർജി 4sനല്ലേ കുറവ്, അതിൽ ഫില്ല് ചെയ്തിട്ട് വേണ്ടേ 3Dയിലേക്ക് പോകാൻ നമ്മളോട് പോളി പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു എന്നുള്ളത് അല്ലേ. ഇത് നമ്മളാണോ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ പോളി എക്സ്ക്ലൂഷൻ ആരുമല്ല തീരുമാനിക്കുന്നത്. എങ്ങനെ ഇതൊക്കെ കിട്ടുന്നത്? ഇതൊക്കെ നമ്മളല്ല, ഈ വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് ഈ ഓരോ പ്രിൻസിപ്പിൾസും വരുന്നത്. അപ്പോഴേ ഇതിൽ ഒരു രണ്ടും കുറേ എലിമെൻറ്റ്സ് ഇങ്ങനെ എക്സെപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഈ കോപ്പറിൻ്റെ കേസിൽ ക്രോമിയത്തിൻ്റെ കേസിൽ നമ്മളിത് പഠിച്ച സമയത്ത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഇലക്ട്രോൺ വി എക്സ്പെക്റ്റഡ് 2 electrons ടു ബി ഇൻ ദി ഫോർത്ത് മെയിൻ ഷെൽ ആൻഡ് ദ എസ് ഓർബിറ്റൽ. ആ ഫോർത്ത് മെയിൻ ഷെല്ലിൽ എസ് ഓർബിറ്റൽ 2 ഇലക്ട്രോൺ ഉണ്ടാവണമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ബട്ട് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഹാസ് ജംപ് ഫ്രം ദി എസ് ഓർബിറ്റൽ ടു ഡി ഓർബിറ്റൽ. എസ് ഓർബിറ്റലിൽ നിൽക്കുന്നതിന് പകരം അത് 3D ഓർബിറ്റലിൽ കണ്ടു. അവിടെ നിന്നാണ് അവർ പഠിക്കുക അതെന്തുകൊണ്ട് അതങ്ങനെ ചാടിപ്പോയി. ബാക്കി എല്ലാ എലിമെൻസും നല്ല രീതിയിൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഇവർക്ക് ഈ ഇലക്ട്രോൺ എന്തുകൊണ്ട് ജമ്പ് ചെയ്ത് പോയി? റീസൺ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ നമ്മൾ കോപ്പറിന് എടുക്കാതെ എലിമെൻറ്റ് കോപ്പർ ഈസ് 29. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യന്മാർ എഴുതുകയല്ല. ബിക്കോസ് ദി ഹാവ് റൈറ്റിംഗ് ഓൺ ദ ബേസിസ്. എന്ത് ബേസിസിലാണ് അവരതിനെപ്പറ്റി പഠിച്ചപ്പം ഇലക്ട്രോൺ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേയിങ് ഇൻ ദിസ് എസ് ഓർബിറ്റ് ഇറ്റ് വാസ് ഫൗണ്ട് ടു സ്റ്റേ ഇൻ ദിസ് ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റലിലേക്ക് 5 ഇലക്ട്രോൺ, അതായത് ഒരു ഇലക്ട്രോൺ എസ് നിന്ന് ജമ്പ് ചെയ്ത് ഡി ഓർബിറ്റലിൽ പോയി സേഫായി നിൽക്കുന്നത്. അപ്പോൾ അതിനെന്തോ റീസൺ ഉണ്ടാവും, അവർ പഠിക്കുമല്ലോ. അതേപോലെ കോപ്പർ നോക്കൂ. കോപ്പറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാ 1s2 2s2 വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. 2s2 2p6 3s2 3p6 4s2 3d9. ഒന്ന് നോക്കി നോക്കാം. 2 4 6 6 3 7 18 20 29. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ച കോൺഫിഗറേഷൻ. വി എക്സ്പെക്റ്റഡ് ദിസ് കോൺഫിഗറേഷൻ, ബട്ട് the configuration or the electrons were staying in this level. 1s2 2s2 2p6 3s2 3p6 4s1 3d10. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണ് ഈ ഓർബിറ്റിൽ ഇങ്ങനെയാണ് സ്റ്റേ ചെയ്തത്. അപ്പം സയൻറ്റിസ്റ്റുകൾ വീണ്ടും പഠിച്ചു why some elements are showing this type of behavior. എന്തായിരുന്നു ഇതിൻ്റെ കാര്യം? വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ഇത് എഴുതി വെച്ചാൽ തെറ്റാണ്. യു ഹാവ് ടു റൈറ്റ് 4s1 3d5. എന്നിട്ട് ചോദിക്കും why this type of configuration is seen in these 2 elements. അത് പറയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഓർബിറ്റൽ ഡയഗ്രാം ഞാനൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ ഒരു ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓർബിറ്റൽ നൊട്ടേഷനാണ് ഓർബിറ്റൽ ഡയഗ്രാം മെത്തേഡ് തന്നെ കാണിച്ചു തരാം. പക്ഷേ ഇത് എന്താ പറയുക, ഫുള്ളായിട്ട് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതില്ല. നമ്മൾ തെറ്റിച്ചതും അതായത് നമ്മൾ ശരിക്കുള്ളതിൻ്റെയും ഓർബിറ്റൽ ഡയഗ്രാം ഞാൻ വരച്ച് കാണിച്ചു തരാം. വി യൂസ് ടു റൈറ്റ് ഇൻ ദിസ് വേ അക്കോർഡിംഗ് ടു അവർ ലേണിംഗ്. നമ്മൾ പഠിച്ച മെത്തേഡിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നോക്കൂ, 4s2 എസ് 4sൽ 2 ഇലക്ട്രോൺ 3D വരയ്ക്കുമ്പോൾ എത്ര ഓർബിറ്റിൽ വരയ്ക്കണം? 1 2 3 4. അപ്പോൾ 1 2 3 4 5 നമുക്കറിയാം 3Dക്ക് 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ 3D 4 ഇലക്ട്രോൺ ആണ്. 1 2 3 4 4 ഇലക്ട്രോൺ വരച്ചു. ഇനി കറക്റ്റായിട്ടില്ല, നമ്മൾ പറഞ്ഞു ഇതാണ് കറക്റ്റ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. 4sൽ 1 ഇലക്ട്രോൺ 3D 1 2 3 4 1 2 3 4 5 3D. ഓക്കെ, ഇനി കോപ്പറിൻ്റെ നമ്മൾ തെറ്റിച്ച് വരച്ചതും ഒറിജിനലും ഞാൻ വരച്ച് കാണിച്ചു തരാം. 4s 3D 1 2 3 4. അപ്പോൾ 4sൽ 2 ഇലക്ട്രോൺ 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി ഇവിടെ 4sൽ 1ഉം 1 2 3 4 1 2 3 4 5 6 7 8 9 10. The exceptional configuration of copper and chromium is because of mainly 2 reasons. ഒന്നെന്ന് പറയുന്നത് സിമ്മെട്രി. നമ്മുടെ സയൻസിൽ ഒരു ബിലീഫ് എന്താ വെച്ചാൽ ഇഫ് ദർ ഇസ് എ സിമ്മെട്രി ദെൻ ദ സ്റ്റെബിലിറ്റി വിൽ ബി മാക്സിമം. ഒരു സിമ്മെട്രി ഉണ്ടെങ്കിൽ അവിടെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഈ ഓർബിറ്റലും നോക്കിക്കേ, എവിടെയാണ് സിമ്മെട്രിയിൽ? ഇതിൻ്റെ എല്ലാവരും ഫിൽഡാണ്. ഇവിടെ സിമ്മെട്രി ഇല്ല.
ഇതൊന്നും നോക്കിയേ, ഇതിൽ എല്ലാവരും ഫിൽഡ് അല്ല, ഇവിടെ ഒരു കടോ ഇവിടെ ഒരു ഇലക്ട്രോൺ ഗ്യാപ്പിൽ നിൽക്കുന്നു, ഇവിടെയാണെങ്കിൽ ഒരു സിമെട്രി ഉണ്ട്. സോ ദ ഫസ്റ്റ് റീസൺ ഫോർ ഷോയിങ്, ഞാനല്ല കേട്ടോ പറയുന്നത്, ദിസ് ഇസ് ബേസ്ഡ് അപ്പോൺ ദിയർ സ്റ്റഡി. ദേ ഫൗണ്ട് ദാറ്റ് ബേസ്ഡ് ഫസ്റ്റ് വൺ ഈസ് സിമെട്രി. ബിക്കോസ് ഓഫ് ദ സിമെട്രി, it's a belief that if there is a symmetry, there is a more stability. Because of the symmetry they are possessing when the electrons are there in d5 and d10, അതായത് half filled or completely filled orbitals are having extra stability. Half filled or completely filled orbital have എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അതായത് ഇവിടെ D4 ആകുമ്പം ഡിയിൽ 5 ഓർബിറ്റൽ ഉണ്ട് അല്ലേ, ഡിയിൽ 5 ഓർബിറ്റൽ ഉണ്ട്, അതിൽ 10 ഇലക്ട്രോൺ വരാം. ഈ 10 ഇലക്ട്രോണിൽ 5 എണ്ണം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ 10 എണ്ണം ഫില്ല് ചെയ്യുമ്പം ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽ ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. അവർക്കൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവും ബിക്കോസ് ഓഫ് ഫസ്റ്റ് റീസൺ ഇസ് സിമെട്രി, ബിക്കോസ് ഓഫ് സിമെട്രി. ഇനി പിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. പിയിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് വരാം. സോ ഒന്നെങ്കിൽ 3 ഇലക്ട്രോൺ അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ വരുന്ന പി ഓർബിറ്റൽ വിൽ ബി ഹാവിങ് ആൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി. ദാറ്റ് ഇസ് ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആർ ഹാവിങ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കമ്പയർഡ് ടു പാർഷ്യലി ഫിൽഡ് ഓർബിറ്റൽ. എഫിനും അങ്ങനെ തന്നെ. എഫിൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 7. 1 2 3 4 5 6 7. ഇവിടെയും ഹാഫിൽ ചെയ്ത എഫ് ഓർബിറ്റലിനും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫില്ലായ എഫ് ഓർബിറ്റൽ വിൽ ബി ഹാവിങ് മോർ സിമെട്രി ദാൻ പാർഷ്യലി 1 2 3 4 5 6 പാർഷ്യലി ഫിൽ ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസിനേക്കാളും എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആയിരിക്കും. സോ ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ഹാവ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. ദാറ്റ് ഈസ് ദ റീസൺ ദീസ് ക്രോമിയം ആൻഡ് കോപ്പർ ഇസ് ഷോയിങ് ആൻ എനോമലസ് കോൺഫിഗറേഷൻ. Why this half filled and completely filled orbitals are having extra stability? First reason is symmetry, because in half filled and fully filled orbitals are having symmetry. If the symmetry is there, the stability is more. And the second reason is exchange energy. എന്താണ് exchange energy അല്ലേ? The energy released when an electron exchange their position, that is known as exchange energy. More exchange energy, more stability. ഇലക്ട്രോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണ സമയത്ത് ഒരു എനർജി റിലീസ് ചെയ്യും. ആ എനർജിക്ക് പറയുന്ന പേരാണ് എക്സ്ചേഞ്ച് എനർജി. ഗ്രേറ്റർ ദി എക്സ്ചേഞ്ച് എനർജി, ഗ്രേറ്റർ വിൽ ബി ദി സ്റ്റെബിലിറ്റി. ഇനിയിപ്പം ഇതാ നമ്മൾ തെറ്റി വരച്ച D4ഉം ശരിക്കുള്ള D5ൻ്റെയും എക്സ്ചേഞ്ച് എനർജി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ദിസ് ഇലക്ട്രോൺ ക്യാൻ ജംപ് ഫ്രം ദിസ്, ഈ ഒരു ഇതിലേക്ക് ഇവിടേക്ക് മൂവ് ചെയ്യാം, ഇവിടേക്ക് ജമ്പ് ചെയ്യൽ എക്സ്ചേഞ്ച് ചെയ്യുക, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം 1 2 3, അതായത് ഈ ഒരു ഇലക്ട്രോൺ 1 2 3 വേസിൽ എക്സ്ചേഞ്ചിങ് ആ, ജമ്പ് ചെയ്യല്ല, ഇവിടെ ആ ഫീൽഡിലേക്ക് അവർ ജമ്പ് ചെയ്ത് അവിടെ എക്സ്ചേഞ്ച് ചെയ്യാനല്ലേ, ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യും. ഇനി ഈ ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം രണ്ട് വേസിൽ അതിന് എനർജി 2 കിട്ടി, 2 എനർജി കിട്ടി. ഇനി ഈ ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പം ടോട്ടൽ നമുക്ക് 7 എക്സ്ചേഞ്ച് എനർജി. ഞാൻ സിമ്പിൾ കാൽക്കുലേഷൻ പറയാം, 7 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ കണ്ടു, ഇതിൽ ഈ പാർഷ്യലി ഫിൽ ചെയ്ത ഡി ഓർബിറ്റലിന് ആദ്യം 3 വേസിൽ അതിന് എക്സ്ചേഞ്ച് ചെയ്യാം അതിൻ്റെ പൊസിഷൻ. പിന്നെ സെക്കൻഡിൽ 2, അതായത് സെക്കൻഡ് ഇലക്ട്രോണിനെ കൺസിഡർ 2 വേസിൽ ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ദ പൊസിഷൻ ആൻഡ് 1 വേസ് ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ദ പൊസിഷൻ. ഓൾ ടുഗെദർ ഇറ്റ് ഈസ് 3 + 2 5 6 വേസ് ഇറ്റ് ക്യാൻ എക്സ്ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ. അപ്പോൾ അത്രയ്ക്കുള്ള എനർജി അത് റിലീസ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ പാർഷ്യലി ഫിൽ ചെയ്ത് ഹാഫ് ഫിൽഡ് ആയിട്ട് നോക്കാം. ഈ ഒരു ഇലക്ട്രോണിന് ഇങ്ങോട്ടേക്ക് പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്യാം, ഇവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, ഇവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, ഇവിടെ 1 1 2 3 4 വേസിലെ. ഇനി ഇതിന് ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, ഇങ്ങോട്ടേക്ക്. അപ്പോൾ 4 + 1 2 3. ഇതിന് ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, 2 വേസ്. ഇതിന് ഇങ്ങോട്ടേക്കും എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, 1 4 + 3 7 9
10. ഇവിടെ 10 വേസിൽ എക്സ്ചേഞ്ച് ചെയ്യാം, ഇവിടെ 6 വേസിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ഓരോ തവണ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ട്? എനർജി ഈസ് പ്രൊഡ്യൂസിങ്. സോ ദിസ് ക്യാൻ എക്സ്ചേഞ്ച് 10 വേസ്. ദാറ്റ് മീൻസ് ദി എക്സ്ചേഞ്ച് എനർജി വിൽ ബി മാക്സിമം. ഇവിടെ എത്രയായിരിക്കും? എനർജി കുറവാണ്. സോ എപ്പോഴും ഇലക്ട്രോണിന് സ്റ്റെബിലിറ്റി ഇഷ്ടമാണല്ലോ. സോ അതെന്തും എപ്പോഴും പ്രിഫർ ചെയ്യേണ്ട ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, കൂടുതൽ എക്സ്ചേഞ്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ വി വിൽ ബി മോർ സ്റ്റേബിൾ. നമ്മളും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കാനല്ലേ ഇഷ്ടം. അതിപ്പം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അവിടെ സ്ഥലമില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ഇരിക്കാനായിരിക്കും ഇഷ്ടം, ബിക്കോസ് ഇറ്റ് ഈസ് കംഫർട്ടബിൾ ഫോർ അസ്. അതേപോലെ ഇലക്ട്രോണിന് എക്സ്ചേഞ്ച് എനർജിയും കിട്ടുകയാണ്, സിമെട്രിയും കിട്ടുമ്പോൾ ഇറ്റ് വിൽ ജംപ് ഫ്രം ഇറ്റ്സ് പ്ലേസ് ആൻഡ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്. അതുകൊണ്ടാണ് ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആർ ഹാവിംഗ് മോർ സ്റ്റെബിലിറ്റി. അപ്പം വൈ കോപ്പർ ആൻഡ് ക്രോമിയം ഇസ് ഷോയിങ് anomalous behavior in their configuration? It is because the half filled and completely filled orbitals are having extra stability. Why? It is because mainly two reasons, that is കുറേ റീസൺസ് ഉണ്ട്, നമ്മൾ പഠിക്കാനുള്ള രണ്ടെണ്ണം. Symmetry and exchange energy. When it is half filled or completely filled, the orbitals are having a symmetry. Greater the symmetry, the symmetry will provide a more stability for the atom. So symmetry is the one reason for the anomalous behavior. Second one is exchange energy. The energy released when an electron exchange its position, that energy is known as exchange energy. Greater the exchange energy, greater will be the stability. So in the case of half filled orbital, you can see, and the partially filled orbital, you can see the exchange energy is less for partially filled and exchange energy is more for full half filled or completely filled. So it is shown that this copper and chromium is showing an anomalous behavior. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻസിലിട്ടോളൂ കേട്ടോ, ഞാൻ ഒന്നുകൂടെ ഇതൊക്കെ ചെയ്തു തരാം കേട്ടോ. എല്ലാമല്ല, ഈ ആവശ്യമുള്ള നിങ്ങൾക്ക് ഡൗട്ടുള്ള ടോപ്പിക്സൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോസ് ചെയ്യാറുണ്ട്. ഡൗട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ +1 അധികം ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ വീഡിയോ ചെയ്യാത്തത്. യൂഷ്വലി നിങ്ങളെൻ്റെ SSLCൻ്റെ പ്ലേലിസ്റ്റിലൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. അത് പഠിച്ചിട്ടാണ് ഈ +1ലേക്ക് വന്നവർ. അവർക്ക് തന്നെ അറിയാം ഞാൻ ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് വെക്കാറുണ്ട്. അതിൽ മെജോറിറ്റിയും നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട് മാത്രം എടുത്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഒന്ന് വേഗം പഠിച്ച് തീർക്കട്ടോ. നമ്മളിതിന് ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ വിച്ച് ചാപ്റ്റർ യു നീഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോസിൽ ഏത് ചാപ്റ്റർ തുടങ്ങണമെന്ന് നിങ്ങൾ പറയുന്നതാണ് ഇനി ചെയ്യുക. കാരണം നിങ്ങൾക്ക് ടഫായി തോന്നുന്നു, ഞാനിപ്പോൾ നെക്സ്റ്റ് തേർഡ് എടുക്കണോ, കുറേ ആൾക്കാർ എന്തോ കെമിക്കൽ ബോണ്ടിങ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാത്ത കാര്യമൊക്കെ കമൻസിലിട്ടോളൊക്കെ. താങ്ക് യു.